ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ നാനിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഏകദേശം ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള, ഒരു 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, കുറച്ച് മല്ലിയില എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് സോയാ സോസ്, ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ഡാർക്ക് സോയാ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് ഫുഡ് പ്രോസസ്സറിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഫുഡ് പ്രോസസ്സർ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ഇതില്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ഗ്രൈൻഡർ ഉണ്ടല്ലോ, അതിലിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ അതേ ഞാൻ അരച്ചെടുത്തിട്ടുള്ള ഒരു മിക്സഡ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. ഇനി ഇതിന്ന് ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് കബാബ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു സ്ക്യൂവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ക്യൂവറിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഏകദേശം ഒരു 8 കബാബ്സ് ഉണ്ടാക്കാനായിട്ടുള്ളതാണ് ഉള്ളത്. 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കബാബ്സ്, ഈ സ്ക്യൂവേഴ്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മാറ്റി വെക്കട്ടെ. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു കബാബ്സ് സ്ക്യൂറിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഇനി ഈ കബാബ് സ്ക്യൂറിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മല്ലിയില, ഒരു പകുതി സവോള, 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ യോഗേർട്ട് തൈര് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ അതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇതിലേക്ക് നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി കബാബിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് പോയി ഒന്ന് വറ്റി വരുന്നവരെ ഒരു 3-4 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നല്ല പോലെ തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കണം. ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമോ ഏത് ക്രീമായാലും കുഴപ്പമില്ല, ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്രേവി നല്ല ക്രീമി ആയിട്ട് വരും. ഒരു 2-3 മിനിറ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ആ ഗ്രേവിയും ഒക്കെ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കബാബ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കബാബിലൊക്കെ നല്ലപോലെ ഗ്രേവി ഒന്ന് കോട്ടായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചൂടോട് കൊടുത്താൽ നല്ല ചപ്പാത്തിയുടെ കൂടെ നാനിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ എന്തായാലും സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ചെറിയ പീസ് ബട്ടറും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഓൾറെഡി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രീമിയാണ്. നല്ല ചപ്പാത്തിയുടെ നല്ല നാനിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കും. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.